മാഗ്സസെ അവാർഡ് നൽകുന്നത് ഏത് രാജ്യമാണ്? ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസ് പ്രസിഡന്റായിരുന്ന രമൺ മാഗ്സസെയുടെ സ്മരണയ്ക്കായി നൽകുന്നതാണ് മാഗ്സസെ അവാർഡ്. 1957 ആവിഷ്കരിച്ച ഈ പുരസ്കാരം 1958 ആദ്യമായി നൽകിയത്. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണിത്. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനിലയിൽ വെച്ചാണ് മാഗ്സസെ അവാർഡ് നൽകുന്നത്. രമൺ മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിനോബ ഭാവെയാണ്. 1958 കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് വിഭാഗത്തിലാണ് വിനോബ ഭാവെയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. രമൺ മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ്. 1962 ബദൽ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. പൂനെ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ജഗദ്ഗുരു സത് തുക്കാറാം മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഭക്തിപ്രസ്ഥാനത്തിലെ സന്യാസിയും കവിയുമായ സത് തുക്കാറാമിൻ്റെ ബഹുമാനാർത്ഥമാണ് പുനർനാമകരണം ചെയ്തത്. 1000 ജൂൾ എന്ന അളവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? 1 കിലോ ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ജെയിംസ് പ്രാസ്കോട്ട് ജൂൾ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കാണ് പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റുകൾ ജൂൾ എന്ന് നാമകരണം ചെയ്തത്. ഒരു കുതിരശക്തി, അതായത് ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് 746 വാട്ട്. 1 ജൂൾ എന്നത് 1 ന്യൂട്ടൺ മീറ്റർ ആണ്. 1 ജൂൾ പെർ സെക്കൻഡ് എന്നത് 1 വാട്ടാണ്. 1 കിലോ വാട്ട് എന്നത് 1000 വാട്ടാണ്. 1 മെഗാ വാട്ട് എന്നത് 10�6 വാട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ ഉയരമെത്ര? 8611 മീറ്റർ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ, അതായത് മൗണ്ട് K2. ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത്. 8586 മീറ്റർ ഉയരമുള്ള കാഞ്ചൻജംഗയാണ് ലോകത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. 8586 മീറ്ററാണ് പർവ്വതത്തിൻ്റെ ഉയരം. സിക്കിം സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകളാണ് വിന്ധ്യപർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഗുരുശിഖർ. രാജസ്ഥാനിലെ സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു. മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്നത് സത്പുര മലനിരകളിലാണ്. ഇന്ത്യയുടെ ഒത്ത നടുക്കായുള്ള പർവ്വതനിരയും കൂടിയാണ് സത്പുര. പൂർവ്വഘട്ട മലനിരയിലെ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി. ഗാരോ ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗണ്ട് സിറാം എന്നിവ ഖാസി കുന്നുകളിലാണ്. മിസോറാം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് ലൂഷായി കുന്നുകൾ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെയാണ് അത്. ഇതിൽ വടക്കുദിക്കിലായി സ്ഥിതി ചെയ്യുന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം മലനിരകൾ ഹിമാലയത്തെ പാമിർ പർവ്വതക്കെട്ടായി ബന്ധിപ്പിക്കുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് വഴിപിരിഞ്ഞു പോകുന്നു. കിഴക്കൻ കാരക്കോറം മലനിരകളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഹിമാലയം
ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറു തെക്കുകിഴക്ക് ദിശയിലാണ് ഹിമാലയൻ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തരപർവ്വത മലനിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്റർ ആണ്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരമായ 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിര, ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം. 8000 മീറ്ററിനു മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ, നന്ദാദേവി. ഹിമാചൽ ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരയുടെ തെക്കേ ചെരുവിലായി സ്ഥിതി ചെയ്യുന്നു. സിവാലിക് ഹിമാചലിന് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 1220 മീറ്റർ. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ടൊഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡ്യൂണുകൾ എന്ന് വിളിക്കുന്നു. അടിയന്തര ഹോർമോണായ എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഭാഗം മെഡുല. വൃക്കയ്ക്ക് മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗത്തെ മെഡുലയെന്നും പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും പറയുന്നു. മെഡുലയാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് അഡ്രിനാലാണ്. ഇതു കാരണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അഡ്രിനാലിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് നോർ എപ്പിനെഫ്രിൻ. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ. മാംസ്യം, കൊഴുപ്പ് തുടങ്ങിയവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കവും അലർജിയും ഇല്ലാതാക്കൽ എന്നിവയാണ് കോർട്ടിസോളിൻ്റെ ധർമ്മം. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്നു. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ലൈംഗിക ഹോർമോണുകൾ. രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ഏതു സൈനികൻ്റെ 100ാം പിറന്നാളാണ് അടുത്തിടെ ഇന്ത്യൻ സൈന്യം ആഘോഷിച്ചത്? റിട്ടയർഡ് ലാൻസ് നായിക് ചരൺ സിംഗിൻ്റെ. 1924 സെപ്റ്റംബർ 7-ന് ഹിമാചൽ പ്രദേശിൽ ജനിച്ച ചരൺ സിംഗ് 1942-ൽ സൈനിക സേവനം ആരംഭിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള US-ൻ്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. UP സ്വദേശിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ പകരക്കാരനായും തെരഞ്ഞെടുത്തു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്ന്? 2024 ജൂലൈ 30-ന് പുലർച്ചെ 12:45-നും 4-നും മധ്യേ. ദുരന്തത്തിൽ 400ഓളം പേർ മരണപ്പെടുകയും 100ഓളം പേരെ കാണാതാവുകയും ചെയ്തു. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലെത്താനായി ഇന്ത്യൻ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു. എന്താണ് ബെയ്ലി പാലത്തിൻ്റെ പ്രത്യേകത? ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണിത്. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായി ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും എളുപ്പത്തിൽ എടുത്തുമാറ്റാനും കഴിയുന്ന താൽക്കാലിക പാലമാണിത്. 26 മണിക്കൂർ കൊണ്ടാണ് കരസേനയുടെ മദ്രാസ് എൻജിനീയറിംഗ് ഗ്രൂപ്പ് 190 അടി നീളത്തിൽ മുണ്ടക്കൈയിലേക്കുള്ള പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ട്. ഉരുക്കാണ് പ്രധാന നിർമ്മാണ ഘടകം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ സിവിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെയ്ലിയാണ് 1942-ൽ ഇത്തരത്തിലുള്ള പാലം ആദ്യമായി നിർമ്മിച്ചത്. അതിനാൽ പാലത്തിന് ബെയ്ലി പാലം എന്ന് പേരു നൽകി. രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് ലഡാക്കിലാണ്. രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്.
പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്കു കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8-ന് ബെയിലി പാലം നിർമ്മിച്ചത്. അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് എത്ര കോടി രൂപയാണ് പിഴയായി ഈടാക്കിയത്? 8494 കോടി രൂപ. ലോക്സഭയിലാണ് കേന്ദ്ര സർക്കാർ കണക്ക് അവതരിപ്പിച്ചത്. 2015-ലാണ് മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പിഴ ഈടാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020-ൽ ഈ മിനിമം ബാലൻസ് നിബന്ധന ഉപേക്ഷിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് പ്രീതി സുദൻ. ജൂലൈ 20-ന് ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. UPSC അധ്യക്ഷയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ആന്ധ്രാപ്രദേശ് കേഡൻ മുൻ IAS ഉദ്യോഗസ്ഥയായ പ്രീതി. 1992-96 കാലത്ത് അധ്യക്ഷ പദവി വഹിച്ച റോസ് മില്ലിയൻ ബാത്യുവാണ് ആദ്യ വനിത. നീലക്കുയിൽ എന്ന സിനിമയിലെ കടലാസുവഞ്ചിയേറി കടലും കടന്നു കയറി എന്ന് തുടങ്ങുന്ന ഒറ്റ ഗാനത്തിലൂടെ പ്രശസ്തി നേടിയ ഗായിക കോഴിക്കോട് പുഷ്പ. ഇവർ അടുത്തിടെ അന്തരിച്ചു. P. ഭാസ്കരൻ രചിച്ച് K. രാഘവൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിക്കുമ്പോൾ ഗായികയ്ക്ക് 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ റിപ്പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളി KC വേണുഗോപാൽ. ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. 1967 മുതൽ PAC അധ്യക്ഷ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് നൽകുന്നത്. മലയാളികളായ ജോൺ മത്തായി 1948-49-ലും CM സ്റ്റീഫൻ 1977-78-ലും KV തോമസ് 2014-16 എന്നിങ്ങനെ PAC അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7 എന്നിങ്ങനെ 22 പേരാണ് അംഗങ്ങൾ. അപരാജിത സിംഗ് BJPയിൽ നിന്നുള്ള ഒരംഗമാണ് ഏക വനിത ആയിട്ടുള്ളത്. അധീർ രഞ്ജൻ ചൗധരിയായിരുന്നു നേരത്തെയുള്ള അധ്യക്ഷൻ. ഓഗസ്റ്റ് 14 മുതൽ 2025 ഏപ്രിൽ 30 വരെയാണ് കാലാവധി. അടുത്തിടെ അന്തരിച്ച അരുണ വാസുദേവ് ഏത് രംഗത്ത് അറിയപ്പെട്ട വനിതയാണ്? ചലച്ചിത്ര നിരൂപകയും ചിത്രകാരിയും. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്നു. 1988-ൽ ആരംഭിച്ച ഏഷ്യൻ സിനിമാ സംബന്ധിയായ സിനി മായ എന്ന ത്രൈമാസികയുടെ സ്ഥാപക പത്രാധിപയായിരുന്നു. സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് 2019-ൽ ഫ്രാൻസിലെ പരമോന്നത സാംസ്കാരിക ബഹുമതിയായ ഓഫീസർ ദെ ആർട്സ് ദെ ലെറ്റേഴ്സ് ബഹുമതി നൽകി ആദരിച്ചു. മനുഷ്യരുടെ രക്തമൂലകോശങ്ങളോട് സാമ്യമുള്ള കോശങ്ങളെ പരീക്ഷണശാലയിൽ വളർത്തിയെടുത്തത് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ മാർഡോക്സ് ചിൽഡ്രൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എലികളിലാണ് പരീക്ഷണം നടത്തിയത്. മനുഷ്യരിലെ പരീക്ഷണത്തിന് 5 വർഷത്തോളം എടുക്കും. നേച്ചർ ബയോടെക്നോളജി ജേണലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാനത്തെ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ KN ഹരിലാൽ. 2 വർഷമാണ് കാലാവധി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ചു. എത്ര വാർഡുകളാണ് സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ വർദ്ധിച്ചത്? 1375. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 15962 വാർഡുകൾ 17337 ഉയർന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2080 വാർഡുകൾ 2267 വർദ്ധിച്ചു. വർധന 187. 14 ജില്ലാ പഞ്ചായത്തുകളിലെ 331 ഡിവിഷനുകൾ 346 ഉയർന്നു. വർധനവ് 15. ഏറ്റവും കൂടുതൽ വാർഡുകൾ വർദ്ധിപ്പിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 223. കുറവ് വയനാട് 37.